ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും സന്ദേശവും ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കേന്ദ്ര സംഘത്തിന്റെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ നയിക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കടുക്കുകയായിരുന്നു. എന്നാൽ തൽക്കാലം കോൺഗ്രസ് ഈ വിവാദത്തിൽ നിന്നും പിന്മാറുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. തരൂരിന് സംഘത്തിന്റെ ഭാഗമാകാൻ അംഗീകാരം നൽകി കഴിഞ്ഞു. ദേശീയ താൽപര്യത്തിനാണ് മുൻതൂക്കമെന്നും ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് അഭിമാനമാണെന്നും തരൂർ പറഞ്ഞു. എന്നാൽ തരൂരിനെ ഒഴിവാക്കിയുള്ള 4 അംഗ പട്ടികയാണ് കോൺഗ്രസ് നേതൃത്വം പ്രസിദ്ധീകരിച്ചിരുന്നത്. BJP നടത്തുന്ന രാഷ്ട്രീയ കളിയിൽ കോൺഗ്രസ് ഇതോടെ കൂടുതൽ വെട്ടിലായി എന്ന് വേണം പറയാൻ. സർക്കാർ നാരദമുനി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറിയും മാധ്യമ വിഭാഗം തലവനുമായ ജയറാം രമേശ് ആരോപിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരിക്കാൻ നടത്തുന്ന വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംഘത്തിന്റെയും വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു. കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, അമർ സിംഗ് എന്നിവർ പട്ടികയിലുണ്ട്. സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തി. ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം US, ബ്രസീൽ, പനാമ തുടങ്ങിയ രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തുക. കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ്. ഇതിനിടെയാണ് തരൂർ അടക്കമുള്ളവർക്ക് സംഘത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസ് അനുമതി നൽകിയത്. ഇതോടെ പാകിസ്ഥാനെതിരായ വിഷയത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് കോൺഗ്രസും വിളിച്ചു പറയുകയാണ്. ഈ സാഹചര്യത്തിലാണ് CPM പോലും ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായത്. പാർലമെന്റിന്റെ വിദേശകാര്യമന്ത്രി അധ്യക്ഷനും മുൻ വിദേശകാര്യ സഹമന്ത്രിയും ദീർഘകാല ഐക്യരാഷ്ട്രസഭയിലും ആഗോളതലത്തിലും പ്രവർത്തിച്ച തരൂരിനെ രാജ്യത്തിന്റെ സുപ്രധാന വിദേശ പ്രതിനിധി സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് AICC നേതൃത്വം പ്രത്യേകം വിശദീകരണം നൽകിയില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും 3ാം തവണ MP-യുമായ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പാർട്ടി തന്നെ ഒഴിവാക്കിയതോടെ പാർട്ടിയും തരൂറും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി എന്നാണ് വിലയിരുത്തലുള്ളത്. തരൂരിനെ സംഘത്തലവനാക്കിയ കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം വന്ന് 1 മണിക്കൂറിനുള്ളിലായിരുന്നു AICC അദ്ദേഹത്തെ ഒഴിവാക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചത്. കോൺഗ്രസിന്റെ 4 പ്രതിനിധികളെ അറിയിച്ച് കേന്ദ്രമന്ത്രി റിജിജുവിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കത്ത് നൽകിയതിനു ശേഷമാണ് തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടിക കേന്ദ്രം പ്രസിദ്ധീകരിച്ചത്. ജനാധിപത്യ പ്രക്രിയയിൽ പാർട്ടിയാണ് പ്രതിനിധികളെ തീരുമാനിക്കേണ്ടതെന്ന് കോൺഗ്രസും ദേശീയ പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കണമെന്ന് BJPയും പ്രതികരിച്ചു. CPM MP ജോൺ ബ്രിട്ടാസ് ഉൾപ്പെട്ട സംഘം ഇന്തോനേഷ്യ, മലേഷ്യ, കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉൾപ്പെട്ട സംഘം ഈജിപ്ത്, ഖത്തർ, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളിലേക്കും മുസ്ലിം ലീഗ് MP ED മുഹമ്മദ് ബഷീർ ഉൾപ്പെട്ട സംഘം UAE, കോംഗോ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പോകും. മനീഷ് തിവാരിയെ ഈജിപ്ത്, ഖത്തർ, എത്യോപ്യ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പട്ടികയിലും സൽമാൻ ഖുർഷിദിനെ ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സംഘത്തിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗുലാബ് നബി ആസാദ് സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, അൾജീരിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്. MJ അക്ബറും പട്ടികയിലുണ്ട്. 7 സംഘങ്ങളിലായി 59 അംഗ സംഘമാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്നത്. പാർട്ടി നിർദ്ദേശിക്കാതെ ശശി തരൂർ MP സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ഒരു സംഘത്തിന്റെ തലവനാക്കുകയും ചെയ്തതിൽ കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധമുയർത്തിയിരുന്നു. പാർട്ടിയോട് ആലോചിക്കാതെ പാർട്ടി പ്രതിനിധികളെ സർക്കാർ നിശ്ചയിച്ചതിലെ അതൃപ്തി അറിയിച്ച കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെ അടക്കം ഒഴിവാക്കി മറ്റൊരു പട്ടിക സർക്കാരിന് കൈമാറിയിരുന്നു. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നാസർ ഹുസൈൻ, അമരീന്ദർ സിംഗ് രാജ എന്നിവരാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇത് കേന്ദ്രം പരിഗണിച്ചതുമില്ല. സർക്കാരിന്റെ ക്ഷണം അഭിമാനമായി കണക്കാക്കുന്നുവെന്നും സർവകക്ഷി സംഘത്തിന്റെ ഭാഗമാകുമെന്നും തരൂർ പ്രഖ്യാപിച്ചിരുന്നു. തരൂരിന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്തെത്തിയതോടെ കോൺഗ്രസിൽ വിവാദം ചൂടുപിടിക്കുകയായിരുന്നു. ഇതോടെ തരൂരിന് അനുമതി നൽകുമോ എന്ന ചോദ്യം ഉയർന്നു. പക്ഷേ വിവാദങ്ങൾ പുതിയ തരത്തിലെത്തിക്കാതിരിക്കാൻ തന്ത്രപരമായ തീരുമാനം കോൺഗ്രസ് എടുത്തു. ഇതോടെ BJP സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ കോൺഗ്രസ് അംഗീകരിക്കുകയാണ്. വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷനായ ശശി തരൂരിനെ ഇതിലൊന്നിന്റെ തലവനാക്കിയത് കോൺഗ്രസിനെ എല്ലാ രീതിയിലും വെട്ടിലാഴ്ത്തി. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തരൂരുമായി സംസാരിച്ചാണ് ഇക്കാര്യം നിശ്ചയിച്ചത്. സംഘത്തിൽ ഉൾപ്പെടുത്താൻ 4 പേരെ നിർദ്ദേശിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ട ശേഷം സർക്കാർ ഏകപക്ഷീയമായി തരൂരിനെ അടക്കം നിശ്ചയിച്ചെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് പുതിയ പട്ടിക കൈമാറിയിരുന്നത്. ഫലത്തിൽ തരൂരിനെ രാഹുൽ ഗാന്ധി തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമായി അത്. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ശശി തരൂർ പാർട്ടി നിലപാടിന് വിരുദ്ധമായി നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടിയിൽ നീരസം സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തരൂരിനെ കേന്ദ്രം സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതും. അതേസമയം ഇന്ത്യ പാക് സംഘർഷസ്ഥിതി വിശദീകരിക്കാൻ പാർലമെന്റ് സമ്മേളനം വിളിക്കാത്തതിലടക്കം സർക്കാർ നിലപാടുകളോട് പ്രതിഷേധം നിലനിർത്തിക്കൊണ്ട് സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നതായി CPM വ്യക്തമാക്കി.
അങ്ങനെ ബ്രിട്ടാസും സംഘത്തിന്റെ ഭാഗമായി ചേർന്നു. സർവകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആരും തന്നെ പങ്കെടുക്കില്ല. തൃണമൂൽ MP സുദീപ് ബന്ദ്യോപാധ്യായെ സർക്കാർ സമീപിച്ചെങ്കിലും അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ നിരസിക്കുകയായിരുന്നു. അമേരിക്ക, ബ്രിട്ടൻ അടക്കം പ്രധാന രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെയാണ് തരൂർ നയിക്കുക. BJPയുടെ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, DMKയുടെ കനിമൊഴി, NCPയുടെ സുപ്രിയ സുലെ, JDUവിന്റെ സഞ്ജയ് കുമാർ ധ, ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ എന്നിവരും സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്.